ഇന്ന് ലോകം വിസ്മയത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് അതിർത്തികളിൽ കരുത്തു കാണിക്കുന്ന, ആകാശത്ത് അദൃശ്യനായി പറക്കുന്ന ഭാരതത്തിന്റെ പുത്തൻ യുദ്ധവീര്യമാണ്. ശത്രുവിന്റെ ഉറക്കം കെടുത്താൻ അവരുടെ അത്യാധുനിക റഡാർ കണ്ണുകളെ തോൽപ്പിക്കുന്ന വേഗതയിൽ വെട്ടിച്ച് ആഴത്തിൽ ചെന്ന് ആഞ്ഞടിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സ്വന്തം ഘട്ടക് സ്റ്റെൽത്ത് ഡ്രോൺ യുദ്ധഭൂമിയിലെ പുതിയ ചരിത്രം എഴുതാൻ തയ്യാറെടുക്കുകയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ത്രിവർണ പതാക പാറിച്ചും ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി കുതിച്ചും ഭാരതം ഇന്നൊരു പുതിയ ഗ്ലോബൽ സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞു. ഈ കുതിപ്പിന് കരുത്തു പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന്റെ ചിറകിലേറി 39,000 കോടി രൂപയുടെ ഈ മഹാപദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ഇതിനെ വെറും ഒരു ഡ്രോൺ എന്ന് വിളിക്കരുത്, ഇതൊരു ആധുനിക വജ്രായുധമാണ്. നമുക്കിതിനെ കുറിച്ച് വിശദമായി പരിശോധിക്കാം. വൈവിധ്യങ്ങളുടെ നാട് എന്നതിലുപരി സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും ഇന്ത്യ ഇന്ന് കൈവരിച്ച നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. UPI വഴി ലോകത്തിന്റെ ഡിജിറ്റൽ ഇടപാടുകളെ മാറ്റിമറിച്ച ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ രംഗത്തും സ്വയം പര്യാപ്തത നേടുകയാണ്. തേജസ് യുദ്ധവിമാനങ്ങളും INS വിക്രാന്ത് പോലുള്ള വിമാനവാഹിനി കപ്പലുകളും നിർമ്മിച്ച ഇന്ത്യ ലോകത്തിന് മുന്നിൽ കരുത്ത് തെളിയിക്കുകയാണ്. ഈ ജൈത്രയാത്രയിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പാണ് ഘട്ടക്. പണ്ട് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ദയനീയമായി നോക്കി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയോടുള്ള തീരുമാനങ്ങൾ ഇന്ത്യയെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് നിന്നും കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. യുവശക്തിയുടെ കരുത്തും സ്റ്റാർട്ടപ്പുകളുടെ കുതിപ്പും ഇന്ത്യയെ ലോകത്തിന്റെ വികസന എഞ്ചിനായി മാറ്റിയിരിക്കുകയാണ്. ഇനി എന്താണ് ഈ ഘട്ടക് എന്ന വിസ്മയം എന്ന് നോക്കാം. നമ്മൾ സാധാരണ കാണുന്ന യുദ്ധവിമാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഘട്ടക്. ഇതൊരു സ്റ്റെൽത്ത് ആളില്ലാ വിമാനം അഥവാ ഡ്രോൺ ആണ്. അതായത് ഇതിനുള്ളിൽ പൈലറ്റ് ഇരിക്കില്ല, പക്ഷെ ഒരു മികച്ച പൈലറ്റിനേക്കാൾ കൃത്യതയോടെ ഇത് ശത്രുവിന്റെ കോട്ടകൾ തകർക്കും. ഒരു നിഴൽ പോലെ പറന്നു വന്ന് ലക്ഷ്യം തകർക്കാൻ അദൃശ്യനായി മടങ്ങാൻ ഈ വിമാനത്തിന് സാധിക്കും. നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് ഈ മഹാവിസ്മയം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. കേവലം ഒരു സാങ്കേതിക പരീക്ഷണമല്ല ഇത്, മറിച്ച് ശത്രുവിനെ വിറപ്പിക്കാൻ കെൽപ്പുള്ള ഒരു പൂർണ്ണ സജ്ജമായ സൈനിക പ്ലാറ്റ്ഫോമായി ഘട്ടക് മാറിക്കഴിഞ്ഞു. എന്താണ് ഈ ഘട്ടകിനെ ഇത്രയും അപകടകാരിയാക്കുന്നത്? സാധാരണ നമ്മൾ കാണുന്ന വിമാനങ്ങൾക്കൊക്കെ വാലും വലിയ ചിറകുകളും ഉണ്ടാകും. എന്നാൽ ഘട്ടകിന് വാലില്ലാത്ത പരന്ന ഫ്ലൈയിങ് വിങ് ഡിസൈനാണുള്ളത്. ഈ രൂപമാണ് ഇതിനൊരു സ്റ്റെൽത്ത് വിമാനമാക്കുന്നത്. അതായത് ശത്രുക്കളുടെ റഡാർ തരംഗങ്ങൾ ഈ വിമാനത്തിൽ തട്ടി തിരിച്ചു പോകാതെ ചിതറിപ്പോവുകയാണ്. ഇതുവഴി ശത്രുവിന്റെ റഡാർ സ്ക്രീനുകളിൽ ഇതൊരു പക്ഷിയായോ വെറും ഒരു ബിന്ദുവായോ മാത്രമേ കാണപ്പെടുകയുള്ളൂ. പൈലറ്റിനെ തന്നെ ശത്രു മേഖലയിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്താൻ കഴിയുന്ന ഈ വിമാനത്തെ റിമോട്ട് പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിനുള്ളിലെ ആയുധറകൾ വിമാനത്തിന് പുറത്ത് മിസൈലുകൾ തൂക്കിയിടേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ്. ഇത് അതിന്റെ അദൃശ്യ സ്വഭാവം ഇരട്ടിയാക്കുകയാണ്. ഘട്ടകിന്റെ രൂപം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വാലില്ലാത്തതും ചിറകുകൾ മാത്രമുള്ളതുമായ ഒരു പരന്ന രൂപമാണിതിന്. ഈ ഒരു പ്രത്യേക ഡിസൈൻ കാരണമാണ് ശത്രുക്കളുടെ അത്യാധുനിക റഡാറുകൾക്ക് പോലും ഇതിനെ കണ്ടെത്താൻ കഴിയാത്തത്. വിമാനത്തിന് പുറത്ത് ആയുധങ്ങൾ തൂക്കിയിടുന്നതിന് പകരം ഇതിനുള്ളിൽ തന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള അറകളുണ്ട്. കാർബൺ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. ഇതിനേക്കാളൊക്കെ വലിയ കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന AI ആണ്. അതായത് യുദ്ധഭൂമിയിലെ അപകടങ്ങൾ തത്സമയം വിശകലനം ചെയ്യാനും എവിടെ ആക്രമണം നടത്തണമെന്ന് സ്വയം തീരുമാനിക്കാനും ഈ ഡ്രോണിന് സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് ഈ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത. ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന പഴയ രീതിയിൽ നിന്ന് മാറി ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന ശക്തമായ സന്ദേശമാണ് ഇത്തരം അത്യാധുനിക ആയുധങ്ങളിലൂടെ ശത്രുക്കൾക്ക് നൽകുന്നത്. സ്വകാര്യ മേഖലയെ കൂടി ഈ വികസനത്തിൽ പങ്കാളികളാക്കിയതോടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഒരു വികസിത എഞ്ചിനായി മാറിക്കഴിഞ്ഞു. 39,000 കോടി രൂപയുടെ ഈ നിക്ഷേപം കേവലം ആയുധത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഭാരതത്തിന്റെ സുരക്ഷയ്ക്കും അഭിമാനത്തിനും വേണ്ടിയുള്ളതാണ്. ഇനി ഇതിന് ശത്രുക്കൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അയൽരാജ്യങ്ങൾ ഈ ഡ്രോണിനെ ഇത്രയധികം ഭയപ്പെടാൻ ഒരു പ്രധാന കാരണമുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദ താവളങ്ങൾ തകർക്കാൻ ഇനി ഇന്ത്യൻ സൈനികർ നേരിട്ട് പോകേണ്ടതില്ല.
പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാകാതെ തന്നെ ശത്രു രാജ്യത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള സുരക്ഷിത താവളങ്ങൾ പോലും തകർക്കാൻ ഘട്ടക്കിന് കഴിയും. ഒരു യുദ്ധമുണ്ടായാൽ ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർക്കാനും അവരുടെ നീക്കങ്ങൾ തടയാനും ഈ അദൃശ്യ പോരാളികൾക്ക് സാധിക്കും. ഇതിനകം തന്നെ 60 ഘട്ടക് ഡ്രോണുകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തു കഴിഞ്ഞു. കർണാടകയിലെ ചിത്രദുർഗയിൽ നടന്ന പരീക്ഷണത്തിൽ പൈലറ്റ് ഇല്ലാതെ തന്നെ പറന്നുയരാനും കൃത്യമായി ലാൻഡ് ചെയ്യാനും ഘട്ടക്കിന് കഴിയുമെന്ന് ലോകത്തിനു മുന്നിൽ ഇന്ത്യ തെളിയിച്ചു. ഭാവിയിലെ യുദ്ധങ്ങളുടെ ഗതി മാറ്റി എഴുതാൻ പോകുന്ന ഒന്നാണ് ഘട്ടക്. ഇനി നമ്മുടെ സുഖോയ് 30 അല്ലെങ്കിൽ തേജസ് പോലുള്ള യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഒരു ടീമായി പ്രവർത്തിക്കാൻ ഇതിന് ശേഷിയുണ്ട്. അതീവ സുരക്ഷയുള്ള ആകാശത്ത് പോലും ഒരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കാൻ ഈ ഇന്ത്യൻ നിർമ്മിത സ്റ്റെൽത്ത് ഡ്രോണുകൾക്ക് കഴിയും. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറ്റാൻ ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. ഭാരതത്തിന്റെ ആകാശം ഇനി ഈ കരുത്തന്മാർക്ക് കാവലായിരിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് ഈ അത്ഭുതം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധഭൂമിയിലെ ഭീഷണികൾ തത്സമയം വിശകലനം ചെയ്യാനും ആക്രമണത്തിനുള്ള മുൻഗണനാക്രമം സ്വയം നിശ്ചയിക്കാനും ഈ വിമാനത്തിന് സാധിക്കും. ഒരു പൈലറ്റിന്റെയോ ഗ്രൗണ്ട് സ്റ്റേഷന്റെയോ സഹായമില്ലാതെ സ്വയം പറന്നുയരാനും കൃത്യമായി ലാൻഡ് ചെയ്യാനും ഘട്ടക്കിന് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഭാവിയിലെ യുദ്ധങ്ങളിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ഫോഴ്സ് മൾട്ടിപ്ലെയർ ആയിരിക്കും ഘട്ടക്. സുഖോയ് 30 അല്ലെങ്കിൽ AMC പോലുള്ള വിമാനങ്ങൾക്ക് കമാൻഡ് സെന്ററുകളായി പ്രവർത്തിച്ച ഈ ഡ്രോണുകളെ നിയന്ത്രിക്കാനാകും. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറ്റാൻ ഈ തദ്ദേശീയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. റഫേൽ, ബ്രഹ്മോസ് തുടങ്ങിയ വിശ്വസ്തരായ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആർജിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യ പുതിയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വ്യോമാതിർത്തിയിൽ പോലും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ ഇത്തരം ആളില്ലാ വിമാനങ്ങൾക്ക് കഴിയും. ഈ പദ്ധതിയോടുകൂടി ലോക പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിച്ചിരിക്കുകയാണ്. ലോകത്തിലെ വിരലിലുണ്ടാവുന്ന രാജ്യങ്ങൾ മാത്രം കൈവശം വെച്ചിരിക്കുന്ന സ്റ്റെൽത്ത് UCAV സാങ്കേതിക വിദ്യയിലേക്ക് ഭാരതം ചുവടുവെക്കുന്നത് കേവലം ആയുധപ്പുര നിറയ്ക്കാനല്ല, മറിച്ച് മാറ്റമില്ലാത്ത ആഗോള നീതി ഉറപ്പാക്കാനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ നടപ്പിലാക്കുന്ന ഓരോ പ്രതിരോധ നീക്കവും സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ആ സമാധാനം ഭീരുത്വത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് അജയ്യമായ കരുത്തിൽ നിന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ കുതിപ്പ് കണ്ട് ലോകം ഇന്ന് നെറ്റി ചുളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഭാരതം ശരിയായ പാതയിലാണെന്നാണ്. പണ്ട് നമുക്ക് നേരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുമായി ചേർന്ന് ആയുധങ്ങൾ നിർമ്മിക്കാൻ മത്സരിക്കുകയാണ്. ഇന്ത്യയുടെ ആത്മവിശ്വാസം ഇന്ന് ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ്. കാർബൺ കോമ്പോസിറ്റുകളുടെ ദൃഢതയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധിയും കൂടിച്ചേരുമ്പോൾ ഘട്ടക് വെറും ഒരു യന്ത്രമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സുരക്ഷയുടെ കാവൽക്കാരനായി മാറുന്നു. ഇനി അവസാനമായി ഒന്ന് പറയട്ടെ, 2047 ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നാം അടുക്കുമ്പോൾ ആകാശത്ത് വിശ്വസ്തനായി കൂട്ടിന് ഈ അദൃശ്യ പോരാളികൾ ഉണ്ടാകും. ഇന്ത്യയുടെ ക്ഷമയെ ആരും ദുർബലതയായി കാണേണ്ടതില്ല. ചതിപ്രയോഗങ്ങളിലൂടെ അതിർത്തി ഭേദിക്കാൻ വരുന്നവർക്കുള്ള മാരകമായ മറുപടിയാണ് ഈ ഘട്ടക്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.